ഹലോ 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 ഹലോ. എന്തായി? നല്ല പണിയാ സാറ് കാണിച്ചത്. എന്തു പറ്റി? ആ പയ്യനൊരു പൊട്ടനാണെന്നുള്ള കാര്യം നേരത്തെ പറയണ്ടേ സാറേ? ഞങ്ങളാകെ കുഴഞ്ഞു പോയില്ലേ? പൊട്ടനോ? ആ, അവൻ സംസാരിക്കുകയില്ല, അവന് ചെവി കേൾക്കില്ല. ഇതൊന്നും അറിയാതെ ഞങ്ങൾ അവനോട് സംസാരിച്ച് അയാൾക്ക് സംശയം തോന്നി. എന്നാ ഇടിയാ സാറേ അവൻ്റെത്. തീർച്ചയാണോ സംസാരിക്കില്ലായിരുന്നു? അതെ സാർ, അത് കണ്ടാലേ അറിയാം. ശരി. എന്നാലും അപകടം ഒഴിവാകുന്നില്ല. എന്നെങ്കിലും അവൻ ആംഗ്യത്തിലൂടെയോ മറ്റോ ആരെങ്കിലും മനസ്സിലാക്കി കൊടുക്കാൻ സാധിച്ചാൽ എല്ലാ ചുരുളും ഈസിയായി അഴിയപ്പെടും. ഇനി മറ്റൊന്നും ആലോചിക്കാനില്ല. ഒരു ചെറിയ പേജല്ലേ, അതുകൂടി അങ്ങ് കീറിക്കള. ആ അധ്യായം അങ്ങ് തീരട്ടെ. ഇപ്പോഴാകുമ്പോ വളരെ നിസ്സാരമാണ്. സമയം പോകുന്തോറും ആ അപകടം വളർന്നുകൊണ്ടിരിക്കും. കിട്ടു, നിക്ക് നിക്ക് നിക്ക്. ഹായ് കിട്ടു. കിട്ടു, ഇന്നലെ സന്ധ്യക്ക് ഒരു 7 മണിക്ക് ഫോൺ വിളിച്ചില്ലേ? ഹലോ ഹലോ എന്ന് ഒച്ച വെച്ചിട്ടും മിണ്ടായിരുന്നപ്പോഴേ എനിക്ക് മനസ്സിലായി കിട്ടുമായിരിക്കുമെന്ന്. എന്താ ഒന്നും മിണ്ടാത്ത? ഇന്നുണ്ട് ചോക്ലേറ്റ്സ്. ചോക്ലേറ്റ്സ് പിന്നെ എന്റെ കയ്യിൽ എപ്പോഴും റെഡിയാ. എന്നാ വാങ്ങിച്ചോ. താങ്ക്സ് പറ. പറഞ്ഞാലേ തരുള്ളൂ. അവൻ പറയില്ല, പറയാൻ കഴിയില്ല. ഹീസ് ഡെഫ് ആൻഡ് ഡംബ്. ഐ ആം സോറി. ഇന്ന് കിട്ടു വെച്ചോ. ഒരിക്കൽ കിട്ടുവിനെയും കൊണ്ട് വീട്ടിൽ വരാന്ന് പറഞ്ഞിട്ട് വന്നില്ലല്ലോ. വരാലോ. എപ്പോ? എപ്പോ വേണേലും. ഇപ്പൊ വരാമോ? ഓ യെസ്. എന്നാ ഒന്ന് വന്നേ. നടന്നു വന്നേക്കാം. നിന്റെ മുജ്ജന്മ പരിചയത്തിന്റെ രഹസ്യം എന്ന് ഞാൻ അറിയും. സ്മാർട്ടായിട്ട് നോണം. അവൾ ഏത് തരക്കാരിയാണെന്നറിയില്ല. വരൂ വരൂ. വരുന്നേ. പ്ലീസ് കം. ഇരിക്കൂ. ഇവിടെ ഞാനും വേലക്കാരിയുടെ മാത്രമേ ഉള്ളൂ. അച്ഛൻ ടൂറിലാ. ഒറ്റയ്ക്ക് ഇരിക്കുമ്പോ ഭയങ്കര ബോറാ. അതാ ഈ കൂടെ ഷോപ്പിംഗ്. എന്താ നിക്കുന്നേ? ഇരിക്കുന്നേ. ഞാനിവിടെ നിന്നോളാം. ആ, കുടിക്കാൻ എന്താ വേണ്ടേ? ചായ, കോഫി, കൂൾ ഡ്രിങ്ക്സ്? എനിക്കൊരു ഗ്ലാസ് പച്ചവെള്ളം മതി. കിട്ടുന്നെന്താ? പാലെടുക്കട്ടെ? കുടിക്കോ? കുടിക്കുമായിരിക്കും. ഓ, അതൊക്കെ അമ്മയുടെ ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കും അല്ലേ? നിങ്ങൾ എവിടെ താമസം? ആരെ? ഞാനോ? അതെ. പൂഞ്ചിറ ജംഗ്ഷനിൽ. അവിടെ എവിടെ? വലത്തോട് തിരിയണം. തിരിയുമ്പോ ഇടതുവശത്ത് കാണുന്ന രണ്ടാമത്തെ വീട്. ആ വലിയ മതിലുള്ള മരങ്ങളൊക്കെ ഉള്ള? അയ്യോ, അത് പ്രേതബാധയുള്ള വീടല്ലേ? ഒരു കുഞ്ഞു മരിച്ച, ഒരു സ്ത്രീ തൂങ്ങിച്ചത്ത.
പ്രേതബാധയുണ്ടോന്നറിയില്ല, പക്ഷേ ആ കുഞ്ഞിനെ സ്ത്രീയെ അറിയാം. ആ കുഞ്ഞിന്റെ മോനും സ്ത്രീ അവന്റെ അമ്മയുമായിരുന്നു. കിട്ടുവിടെ? അപ്പോ കിട്ടുവരാ? കിട്ടും എന്റെ ആരുമല്ല. ഞങ്ങൾ തമ്മിൽ 8 ദിവസത്തെ പരിചയമുള്ളൂ. അവൻ ആരാണെന്നുള്ള അന്വേഷണത്തിലാണ് ഞാനിപ്പോ. കിട്ടു എന്തോ പൊട്ടിച്ചെന്നാ തോന്നുന്നേ. കിട്ടോ? അയ്യോ കഷ്ടം, അവനത് പൊട്ടിച്ചു. എന്താ കിട്ടുന്നത്? ഓ സാരമില്ല. ആ, ഇതാണ് എന്റെ ഫാമിലി. ഇതെന്റെ അച്ഛൻ ചന്ദ്രശേഖര മേനോൻ, ഇതെന്റെ ചേച്ചി സതി, ഇത് ഞാൻ നീത്ത. 5 വർഷം മുമ്പ് ചേച്ചി ഞങ്ങളെ ഉപേക്ഷിച്ചു പോയതാ. മൈക്കിൾ എന്നൊരാളെ സ്നേഹിച്ച് ക്രിസ്ത്യാനിയായി. അതി പിന്നെ എവിടെയാണെന്ന് യാതൊരു വിവരവുമില്ല. അച്ഛൻ അന്വേഷിക്കാറുമില്ല. അവന് വേണം. വാ, പോ. ഇറങ്ങണോ? നില്ല് ഒരു നിമിഷേ. ഇത് കിട്ടുന്നൊരു പ്രസന്റാ. എപ്പോഴെങ്കിലും വരുമെന്ന് കരുതി വാങ്ങി വെച്ചതാ. ഒന്നുമില്ലെന്നേ, വെറുതെ ഒരു ഡ്രസ്സാ. മോൻ വെച്ചോ. ആ പിന്നെ കിട്ടുവിനെ ഇനി എപ്പോഴാ കാണുക? അതെ, എല്ലാ ഞായറാഴ്ചയും വൈകിട്ട് ഞാൻ പാർക്കിൽ പോവും. കിട്ടുവിനെ കൊണ്ടുവരികയാണെങ്കിൽ ആ വിവരം ഒന്ന് ഫോൺ ചെയ്ത് പറയണം. കുറച്ച് ചോക്ലേറ്റ്സ് കരുതി വെക്കാനാ. എത്രയാ അവിടുത്തെ ഫോൺ നമ്പർ? വീട്ടിലെയോ? അതെ. 5645. ആരുടെ പേരില്ല? എന്റെ പേരില്. എന്താ പേര്? എടാ കിട്ടൂ, സത്യത്തിൽ ഈ കുടിയം നിർത്തണമെന്ന് എനിക്ക് വല്ലാത്ത ആഗ്രഹമുണ്ട്. ഞാൻ കുടിച്ച മഹാപോർണ, അതെനിക്ക് തന്നെ അറിയാം. പക്ഷെ സമ്മതിക്കണ്ടേ? ഇന്ന് തന്നെ കണ്ടില്ല ആ പെണ്ണിന്റെ ഷൈനിങ്. ഫോൺ നമ്പർ എത്ര, ആരുടെ പേരില്ല, എന്താ പേര് എന്നൊക്കെ. എന്നാ പിന്നെ അങ്ങ് നേരിട്ട് ചോദിച്ചാ പോരെ. നീ കേട്ടില്ലേ? പ്രേതബാധയുള്ള വീടാണോ? ആ, നീ എങ്ങനെ കേൾക്കാനാ? നീ എന്തിനാ അവളെ പറയാൻ ഇങ്ങനെ നടക്കുന്നേ? അവളുടെ കോലം കണ്ടറിയില്ല അവള് ശരിയല്ലെന്ന്. പാർക്കി വരുമോന്ന്. ആര് വരാൻ? നീ കാരണമാ. അല്ലെങ്കിൽ ഞാനിങ്ങനത്തെ ഉള്ളതെന്നും പറയാൻ നടക്കാത്തതാ. ഹലോ, ഞാനാ നീത്ത. ആ, കിട്ടുവിനെ ഉടുപ്പ് പാകമായിരുന്നു? ഇട്ടു നോക്കിയില്ല. പാകമായിരിക്കും. പിന്നെ ടെലിഫോൺ ഡയറക്ടറിൽ നമ്പർ നോക്കി ഞാൻ പേര് കണ്ടുപിടിച്ചു. കിരൺ. അത് പറയാനാ വിളിച്ചത്. ഗുഡ് നൈറ്റ്. കണ്ടില്ലേ? പെശക പെശക. അവളെന്നെ പറ്റി എന്താ ധരിച്ചിരിക്കുന്നേ? നിനക്കറിയോ, ഞാനെന്ന പുരുഷന് ഒരേ ഒരു പെണ്ണെ ഈ ലോകത്ത് സ്നേഹിക്കാൻ പറ്റൂ. എന്റെ സുശീലെ, എന്റെ ഭാര്യയെ, എന്റെ പൊന്നുമോനെ തലക്കടിച്ചു കൊന്നിട്ട് തൂങ്ങിച്ചത്ത എന്റെ സുശീലെ.
എന്നാലും നിനക്കറിയോ, ഞാൻ അവളെ ഇന്നും സ്നേഹിക്കുന്നു. ഇനി എത്ര ജന്മങ്ങളുണ്ടായാലും അവൾ മാത്രമായിരിക്കണം എന്റെ അടുക്കലെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ സ്നേഹിച്ച പോലെ ഒരു പുരുഷനും അവന്റെ ഭാര്യയെ സ്നേഹിച്ചു കാണില്ല. കുട്ടിക്കാലം മുതലേ കണ്ടു തുടങ്ങിയതാണ് അവളെ. ബാല്യത്തിലെ വഴക്കുകൾ, പിന്നെ കൗമാരം, അതിന്റെ ഇണക്കങ്ങൾ, പിണക്കങ്ങൾ, പരിഭവങ്ങൾ, അതിലൊക്കെ ഒളിപ്പിച്ച് ഓമനിച്ച് സൂക്ഷിച്ച പ്രേമം, പിന്നെ കല്യാണം. അത് കഴിഞ്ഞപ്പോ ലോകം മുഴുവൻ കാൽക്കീഴിൽ കിടന്നുള്ളുകയായിരുന്നു. അത്രയ്ക്കായിരുന്നു ഹാപ്പിനെസ്. കുറെ കാലം കഴിഞ്ഞപ്പോഴത് തുടങ്ങിയത്. മാനസികാസുഖം, ടൈഫോയിഡ് പോലെ, മഞ്ഞപ്പിത്തം പോലെ ഒരു അസുഖം, തലച്ചോറിന് നേർത്ത പനി, അത് കൂടിക്കൂടി വന്നു. ലോകത്തിൽ ഏത് ചികിത്സയും ഞാൻ അവൾക്ക് കൊടുക്കുമായിരുന്നു. പക്ഷേ എല്ലാവരും പറഞ്ഞ ഒരു കുട്ടി ഉണ്ടാവുമ്പോൾ മാറുമെന്ന്. അങ്ങനെ അവളുടെ അസുഖം മാറ്റാൻ വേണ്ടി മാത്രം വന്ന് പിറന്നു എന്റെ പൊന്നുമോൻ രാഹുൽ. കിട്ടൂ, എന്റെ ഈ കൈ കൊണ്ട് ആ പൊന്നുമോനും താലോലിക്കാൻ പോലും എനിക്ക് കഴിഞ്ഞിട്ടില്ല. അവൻ പിറന്നപ്പോ സുശീലയുടെ ദീനം പിടിച്ച തലച്ചോറ് അവളോട് പറഞ്ഞു, എന്നെ സൂക്ഷിച്ചോ, ഞാൻ എന്റെ മോനെ കൊല്ലുമെന്ന്. പിന്നെ അവനൊന്ന് നോക്കാൻ പോലും അവൾ എന്നെ അനുവദിച്ചിട്ടില്ല. ഞാൻ കൊല്ലുമെന്ന് പേടിച്ച് കുഞ്ഞിനെ മാറോടടക്കി ആഴ്ചകളോളം അവൾ ഉറങ്ങാതിരുന്നു. അപ്പോഴൊക്കെ അസുഖം കൂടുകയായിരുന്നു. എന്നിലെ അച്ഛൻ, എന്നിലെ ഭർത്താവ് അകലെ മാറി നിന്ന് പൊട്ടിക്കരും. എന്നാലും അവളോടുള്ള എന്റെ സ്നേഹം പെരുകി അതിരില്ലാത്ത മാനത്തോളം. ഒരിക്കൽ പിച്ച വെച്ച് നടക്കുന്ന എന്റെ മോൻ ഒരു ബ്ലേഡ് എടുത്ത് കളിക്കുന്ന കണ്ടപ്പോ അവന്റെ പിഞ്ചു വിരൽ മുറിയുമെന്ന് കരുതി അത് പിടിച്ചു വാങ്ങാൻ ശ്രമിച്ച എന്നെ കണ്ട് എന്റെ സുശീല ഓടി വന്നു എന്നെ പിച്ചിപ്പൊളിച്ചു. നിന്നെ കൊണ്ട് എന്റെ മോനെ കൊല്ലിക്കില്ല എന്നവൾ അലറി. ഭ്രാന്ത് അവളുടെ ചുണ്ടിലും കണ്ണിലും കൂടെ തിളച്ചുരുകി. ആ രാത്രി, ശപിക്കപ്പെട്ട നവംബർ 18 അവൾ എന്റെ രാഹുലിന്റെ തല കല്ലുകൊണ്ട് ഇടിച്ചു പൊളിച്ചു. എന്നിട്ട് ഒരു സാരിത്തുമ്പിൽ കെട്ടിത്തൂങ്ങി അവളും ഈ വീടിനോട് യാത്ര. അവളുടെ അസുഖം മാറ്റാമെന്ന് രാഹുൽ അത് മാറ്റി, എന്നേക്കുമായി മാറ്റി. കിട്ടൂ, നിനക്ക് കാരണം ആ കല്ല്, എന്റെ പൊന്നുമോന്റെ തലച്ചോറിടിച്ചു പൊളിച്ച ആ കല്ല്. ഇതാണ് കണ്ടോ, അവൻ കളിച്ചിട്ടില്ലാത്ത അവന്റെ കളിപ്പാട്ടങ്ങൾ. പോലീസുകാർ മുറിച്ചെടുത്തതിന്റെ ബാക്കി, അവളുടെ മന്ത്രകോടി. ആ മുറി അതുപോലെ ഞാൻ സൂക്ഷിക്കാം. കിട്ടും, അത് മുറിയല്ല, ഒരു കൂടാണ്. എന്റെ ഓമനകൾ പറന്നു പറന്നു പോയ കൂട്. പറന്നുപോയവർ എന്നെങ്കിലും ഒരിക്കൽ തിരിച്ചു വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. വന്നില്ല. പകരം വന്നത് നീയാണ്. അതേ ഒരു നവംബർ 18. നീ ആരാടാ കിട്ടൂ? എന്റെ രാഹുലിന്റെ പുനർജന്മമാണ് നീയെങ്കിൽ മോനെ, പ്ലീസ് ഈ അച്ഛനെ കുറിച്ച് ഓർത്ത് ദുഃഖിക്കരുത് ഒരു നിമിഷം പോലും, പ്ലീസ്.
ഐ എം സോറി. ഇനി ഞാൻ കുടിക്കില്ല. എനിക്കറിയാം, എന്റെ രാഹുലിനെ താലോലിക്കാൻ കഴിയാതെ പോയ ഈ കൈകളിലാണ് നിന്റെ ജീവൻ തൂങ്ങുന്നതെന്ന്. വിട്ടുകൊടുക്കില്ല നിന്നെ ഞാൻ ആർക്കും. നിന്റെ സ്വന്തം അച്ഛനും അമ്മയും വന്നാൽ പോലും ഞാൻ വിട്ടുകൊടുക്കില്ല.